എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഷ്യന്റ് ഗ്രീസിലും റോമിലും നാടകം കളിക്കുമ്പോൾ മുഖത്ത് വെക്കുന്ന മാസ്കിനാണ് പെർസോണ എന്ന് പറയുക. അപ്പോൾ ഒരു സെയിൽസുകാരൻ യഥാർത്ഥത്തിൽ നല്ല മാസ്ക് വെക്കുക എന്നുള്ളതാണ്. എന്ത് മാസ്കാണ്? വീട്ടിൽ വാളെടുക്കും, എന്നാൽ ഓഫീസിൽ സെയിൽസ് ഹെഡ്, ടീം ലീഡർ, isn't it? Then നമ്മുടെ വീട്ടിൽ എന്താണോ, നമ്മുടെ സമൂഹത്തിൽ എന്താണോ, ആ ക്യാരക്ടറും ആ വാല്യൂം ആ കൾച്ചറും ആ ബിഹേവിയർ പാറ്റേണും ഒരു കാരണവശാലും ഫ്ലോറിലേക്ക് കൊണ്ടുവരാതിരിക്കുക എന്ന് പറയുമ്പോൾ നല്ല മാസ്ക് വെക്കാൻ പഠിക്കേണ്ട ആൾക്കാരാണ് ആര്? സെയിൽസുകാർ. ഇൻ ദ സെൻസ് യു ആർ എ മദർ അറ്റ് ഹോം ആൻഡ് ഓഫീസിൽ താങ്കൾ എന്തായി? സെയിൽസ് ആയി. ആൻഡ് യു മേ ബി എ ഫാദർ അറ്റ് ഹോം, ചിലപ്പോൾ GM ആയിരിക്കും, ഓഫീസിൽ ഭയങ്കര ടഫറായിരിക്കും. വീട്ടിൽ പോയ കുട്ടീനോട് ആന കളിക്കുന്നുണ്ടാവും. കാരണം കുട്ടിക്ക് അച്ഛൻ ആനയാണ്, എന്നാൽ ഓഫീസിൽ എന്താണ്? CEO. Isn't it? So we have to fix a nice mask on our face. അങ്ങനെ മാസ്ക് വെക്കുന്ന ഒരാൾക്ക് മാത്രമേ സെയിൽസിൽ തിളങ്ങാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളത് അറിയുക. ഒരിക്കലും വ്യക്തിപരമായിട്ട് സെയിൽ എടുക്കാതിരിക്കുക. വ്യക്തിപരമാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? പേഴ്സണലി നമ്മളൊരു കാര്യം എടുത്ത് നമ്മൾ വർക്ക് ചെയ്യേണ്ടതല്ല. അതായത് എന്നെ വിളിച്ചു, എന്നെ കസ്റ്റമർ ചീത്ത പറഞ്ഞു, എന്നോട് തന്നെ ചോദിച്ചു, എന്നോട് ബാഡായിട്ട് പെരുമാറി, അത് കമ്പനിയുടെ കാര്യം കൊണ്ടല്ലേ, അത് എന്നോട് എന്തിനാ പറയണത്? അങ്ങനെയല്ല. നിങ്ങൾ കമ്പനിയുടെ ആളാണ്. നിങ്ങൾ ഈ ഡ്രസ്സ് ഇട്ടാൽ ഇത് കമ്പനിയാണ്. നിങ്ങൾ ഈ ഡ്രസ്സ് ഇട്ടാൽ നിങ്ങൾ കമ്പനിയാണ്. നിങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയിട്ട് ചായ കുടിച്ചാൽ ഇത് കമ്പനിയാണ്. അപ്പൊ കമ്പനി, നിങ്ങളിപ്പോൾ അവിടെ പുറത്ത് പോയിട്ട് ചായ കുടിക്കുമ്പോൾ നിങ്ങളുടെ ക്യാരക്ടർ മാറി അവിടെ നിന്ന് സിഗരറ്റ് വലിക്കുക, മൈജ് സിഗരറ്റ് വലിക്കുകയാണ്. ഒരു സംശയം വേണ്ട, ഒരു സംശയവും വേണ്ട. കാരണം എന്താ? അവിടുത്തെ സ്റ്റാഫ് നോക്കിയോ ഒരു വ്യവസ്ഥയില്ലാത്ത സ്റ്റാഫാണെന്ന് പറയും. നിങ്ങൾ ചെയ്തത് കമ്പനിയുടെ ഉള്ളിലല്ല, നിങ്ങൾ യൂണിഫോം ഇട്ടു. അതുകൊണ്ടല്ലേ പോലീസുകാർ ഇവിടെ എന്ത് യൂണിഫോമിൽ ചെയ്തത്? യൂണിഫോം ചെയ്തില്ലെങ്കിൽ അവർക്ക് പ്രശ്നമാണ്. യൂണിഫോമിൽ ചെയ്താൽ തീർന്നു, സസ്പെൻഷനാണ്. യൂണിഫോമിന് ഡിഗ്നിറ്റി ഉണ്ട്. അപ്പം നിങ്ങൾ എവിടെ പോയാലും ഈ കമ്പനിയുടെ യൂണിഫോം ഇടുമ്പോൾ അതിൻ്റെ ഡിഗ്നിറ്റി ഡെക്കോറും നമ്മൾ എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതും കൂടി മനസ്സിലാക്കണം. സോ യു ഹാവ് ടു ഫിക്സ് എ നൈസ് മാസ്ക് ഓൺ യുവർ ഫേസ്. നിങ്ങൾ എന്ത് എന്നുള്ളതല്ല, ഞാൻ എത്രത്തോളം എൻ്റെ സെയിൽസ് ജോബിന് ഫിറ്റ് ആണ് എന്നുള്ളതാണ് സെയിൽസുകാരനെ അടുത്ത ലെവലിലേക്ക് ഉയർത്തുന്നത്. ഇത് അഴിച്ചു വെച്ച് വീട്ടിലെത്തിയാൽ യു ക്യാൻ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ഇതൊക്കെ ഒരു കുഴപ്പമില്ല. പക്ഷെ എന്ത് വേണം? വെൻ യു ആർ ഇൻ യൂണിഫോം, വെൻ യു ആർ ഇൻ കമ്പനി, യു നീഡ് ടു കീപ് ദ ഡെക്കോറം ആൻഡ് ഇറ്റിക്കേറ്റ്സ് ക്ലിയർ. നിങ്ങൾക്ക് 3 ടൈപ്പ് ഓഫ് മനസ്സുണ്ട്. ഒന്നാമത്തെ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരന്റ് മെന്റൽ സ്റ്റേറ്റ് എന്ന് പറയും. ആരെ കിട്ടിയാലും പിടിച്ച് ഉപദേശിച്ച് കളയും. ആരെ കിട്ടിയാലും അങ്ങനെ അല്ലേടാ, പിന്നെ എങ്ങനെ എനിക്കറിയില്ല. ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യനെ, ഭാര്യയും ഭർത്താവും, കുട്ടികളും ഭാര്യയും ഭർത്താവും കൂടി, അയൽവക്കാരെല്ലാവരും കൂടി, നാട്ടുകാരെല്ലാവരും കൂടി എല്ലാം മൊത്തം. ഉപദേശം ഇവിടെ വളരെ കൂടുതലാണ്. ഇതിന് പറയും പാരന്റ് മെന്റൽ സ്റ്റേറ്റ് എന്ന് പറയും. കേരളത്തിൽ എങ്ങനെയാണ്? സീനിയർ മാനേജർ ജൂനിയർ മാനേജർ ഉപദേശിക്കും, ജൂനിയർ മാനേജർ സബോർഡിനേറ്റിന് ഉപദേശിക്കും, കൂടെ നടക്കുന്ന പെൺകുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കും. എടി ഇങ്ങനെയാണോ നീ ചെയ്യേണ്ടത്? പിന്നെ എങ്ങനെയാ? എനിക്കതറിയില്ല, നീ ആരോടും ചോദിച്ചോ. അങ്ങനെയാണോ? ഉപദേശങ്ങൾ ഇഷ്ടം പോലെ പമ്പ് ചെയ്തിരിക്കുന്ന നാടാണ് കേരളം. എന്നാൽ ഈ ഉപദേശിക്കുന്ന വ്യക്തി എത്ര ക്വാളിറ്റി ഉണ്ട്? ക്വാളിഫിക്കേഷൻ വിട്ടേക്ക്, ക്വാളിറ്റി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ചിലപ്പോൾ നമ്മളെക്കാൾ ക്വാളിറ്റി ലോട്ടറി വിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാവാം. നിങ്ങൾ റോഡ് സൈഡിൽ വീണ് പോയാൽ നിങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം തരുന്നത് നിങ്ങളുടെ അച്ഛനായിരിക്കില്ല, അമ്മയായിരിക്കില്ല, ഭാര്യ ആയിരിക്കില്ല, കുട്ടിയായിരിക്കില്ല, വീട്ടുകാരായിരിക്കില്ല, നാട്ടുകാരായിരിക്കില്ല. ഇന്നേ വരെ കാണാത്ത മുഷിഞ്ഞ് ഡ്രസ്സിട്ട ഒരു ഭിക്ഷാടകൻ ഒരു തുള്ളി വെള്ളം എടുത്തു തരും.